നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. നെയ്മർ ജൂനിയറുടെ സാൻഡോസിലേക്ക് ജോയിൻ ചെയ്തതിനു ശേഷമുള്ള ആദ്യത്തെ ട്രെയിനിങ് ഇന്നായിരുന്നു. അതിലെ വിശേഷങ്ങൾ ഇപ്പോൾ ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ വളരെ വിശദമായിട്ട് തന്നെ പങ്കുവച്ചിട്ടുണ്ട്. ബുധനാഴ്ച അവർക്ക് മത്സരമുണ്ട്. ബോട്ടോഫോഗോ എസ് പിക്കെതിരെ കൊമ്പനാറ്റോ പൗലിസ്റ്റയിൽ അവർക്ക് മത്സരമുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങിലാണ് ഇപ്പോൾ അവരുടെ ടീമുള്ളത്. നെയ്മർ ആയിരുന്നു ഇന്നത്തെ ട്രെയിനിങ് സെഷനിലെ പ്രധാനപ്പെട്ട അട്രാക്ഷൻ. ഇന്ന് അദ്ദേഹം അവരുടെ ട്രെയിനിങ് ഗ്രൗണ്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ ഹെലികോപ്റ്ററിലാണ് എത്തിയത്. രാവിലെ ഒരു 8 മണിയോടുകൂടി ബ്രസീലിയൻ സമയം 8 മണിയോടുകൂടി അദ്ദേഹം എത്തി എന്നാണ് ഇപ്പോൾ ബ്രസീലിയൻ മാധ്യമത്തിൻ്റെ റിപ്പോർട്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം, അദ്ദേഹം ഇന്ന് ട്രെയിനിങ് നടത്തിയിട്ടുള്ളത് റിസർവ് താരങ്ങൾക്കൊപ്പമാണ്. കഴിഞ്ഞ ദിവസം സാവോപോളോക്കെതിരെ അവർക്ക് കളിയുണ്ടായിരുന്നു. അന്ന് കളിക്കാതിരുന്ന റിസർവ് ബെഞ്ചിലൊക്കെ ഉണ്ടായിരുന്ന താരങ്ങൾ ഇന്ന് അവർക്ക് ട്രെയിനിങ് ഉണ്ടായിരുന്നു. അവരുടെ കൂടെയാണ് താരം ഇന്ന് ട്രെയിനിങ് നടത്തിയിട്ടുള്ളത്. അവരുടെ കോച്ച് പെഡ്രോ കൈസീഞ്ഞക്ക് പൂർണ്ണമായിട്ട് റിക്കവർ ആയിട്ടില്ല. അദ്ദേഹം ഇപ്പോൾ ഒരു സർജറി കഴിഞ്ഞ് കിടപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പകരം അദ്ദേഹത്തിൻ്റെ ടെക്നിക്കൽ ടീമാണ് ഇന്ന് കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്തത് എന്നുകൂടി ഇപ്പോൾ ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ടീം ഫിസിക്കൽ ട്രെയിനിങ് സെഷനോട് കൂടിയാണ് ട്രെയിനിങ് ആരംഭിച്ചത്. അതിനുശേഷം പ്ലെയേഴ്സ് ടെക്നിക്കൽ ആൻഡ് ടാക്ടിക്കൽ ആക്ടിവിറ്റീസിൽ പങ്കെടുത്തു. റെഡ്യൂസ്ഡ് പിച്ചിൽ അവർ ട്രെയിനിങ് നടത്തുകയുണ്ടായി. ആ ട്രെയിനിങ് സെഷനിൽ നെയ്മർ ജൂനിയർ നാഡ്സന് ഗോളടിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു അസിസ്റ്റ് കൊടുത്തു എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ വളരെ വ്യക്തമായിട്ട് ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്തായാലും സാവോപോളോക്കെതിരെയുള്ള മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്ത താരങ്ങൾ ഇന്ന് ജിമ്മിൽ മാത്രം വർക്ക് ചെയ്യുകയാണ് ചെയ്തത്. ചെറിയ ഫിസിക്കൽ ആക്ടിവിറ്റീസ് അവർ പിച്ചിൽ നടത്തുകയും ചെയ്തു. അല്ലാതെ മറ്റു തരത്തിലുള്ള ട്രെയിനിങ്ങിലേക്ക് അവർ പോയില്ല. അതേസമയം അന്നത്തെ കളിയിൽ കളിക്കാതിരുന്ന താരങ്ങൾക്കൊപ്പമാണ് ഇന്ന് നെയ്മർ ജൂനിയർ ട്രെയിനിങ് നടത്തിയിരിക്കുന്നത്. നെയ്മറും ഗുയർമയും പിന്നെ ജുനീഞ്ഞോ എന്ന് വിളിക്കുന്ന റോബ്സൺ ജൂനിയർ, റോബിഞ്ഞയുടെ മകൻ, അവരെല്ലാവരും കൂടി നിൽക്കുന്ന ചിത്രവും ഇപ്പോൾ വലിയ രൂപത്തിൽ വൈറലായി മാറിയിട്ടുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.